അങ്ങനെ 10ാം ആഴ്ചയിലെ നോമിനേഷനിൽ 10 പേരാണ് നോമിനേറ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പ്ലാൻഡ് ഗെയിം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ബിഗ് ബോസ് ജയിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ബിഗ് ബോസിന് അടി പതറി. അതേക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പൊ വീഡിയോ അതിനെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുകൊണ്ട. നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ഒരു നോമിനേഷൻ ഒരു പ്രത്യേക രീതിയിലുള്ള നോമിനേഷൻ ആയിരുന്നു. മുൻ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെന്തായാലും. അപ്പൊ ഫസ്റ്റ് തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്രാവശ്യം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റനായ നന്ദനെയും അതുപോലെ സായിക്ക് ഡയമണ്ട് കിട്ടിയ സായിനും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ആയിട്ടുള്ള നമ്മുടെ നോറയും പോട്ടെ നമ്മുടെ ആരാണ് പേര് ഓർമ്മയില്ല ഞാൻ നമ്മുടെ റസ്മിനെയും നമുക്ക് നോമിനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റസ്മിന് നോമിനേഷനിൽ പങ്കെടുക്കാനും പറ്റത്തില്ല എന്ന് ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വിളിക്കുന്ന നമ്മുടെ അഭിഷേകിനെ അതുപോലെ തന്നെ ജാസ്മിനെ ആയിരുന്നു വിളിച്ചത്. രണ്ടുപേരോടും വരാൻ പറഞ്ഞു. രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും നോമിനേറ്റ് ആവുമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും നല്ല ക്ലിയർ ആയിട്ടും നല്ല രീതിയിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും വാദിച്ചതും. പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതായത് അഭിഷേക് ആണെങ്കിൽ ജാസ്മിനെ എക്സ്പോസ് ചെയ്തോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഗബ്രിയുടെ കാര്യം, കോംബോ കളിച്ചതും പിന്നെ വേറെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും ഇല്ലായിരുന്നു, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ജാസ്മിനും അഭിഷേകിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ആകെ ഗെയിമിൽ മാത്രം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങളൊന്നും സംസാരിക്കുകയൊന്നും ഉണ്ടായില്ല. കുറച്ച് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം രണ്ടുപേരും നോമിനേറ്റ് ആയി. നല്ല കാര്യം. പിന്നെ വന്നത് നമ്മുടെ ജിൻഡോയും അർജുനായിരുന്നു. അവരുടെ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ജിൻഡോ പറയുന്നുണ്ട് അർജുന്റെ അടുത്ത് അർജുൻ കഴിഞ്ഞ ആഴ്ചയിൽ വന്നില്ലായിരുന്നു ഗെയിമിനകത്ത്, നോമിനേഷനകത്ത്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും വരണം, അല്ലെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂസ് വന്നില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ പൾസ് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അർജുൻ നല്ലൊരു ഗെയിമറാണ്, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വരണം, അർജുൻ വരണമെന്നാണ് ജിൻഡോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്തായാലും ചേട്ടൻ എല്ലാ ആഴ്ചയിലും വരുന്നെന്ന് ചേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ചേട്ടൻ എന്തായാലും അടുത്ത ആഴ്ച കൂടെ വാ, അപ്പൊ നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് നമ്മുടെ ജിൻഡു പറയുന്നുണ്ട് അർജുൻ എന്തോ പേടിയുള്ളതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് പിന്നെ രണ്ടുപേരും പറഞ്ഞു എനിക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, ജിൻഡോയ്ക്കും കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും നോമിനേറ്റ് ആയി. എന്നിട്ട് അവസാനം കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കേട്ടോ പോകുന്നത്. ഇപ്പൊ ഭയങ്കര എന്താ പറയാ അണ്ണൻ തമ്പി കോമ്പോയിലൊക്കെയാണ് പോകുന്നത്. നമുക്ക് നോക്കാം അവസാനം വരെ എന്താവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ അൻസിബയുടെ, അത് ഞാൻ പിന്നെ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ അപ്സരയുടെയും ഋഷിയും. അപ്സരയും ഋഷിയും ആസ് യൂഷ്വൽ അറിയാലോ എന്തായിരിക്കും അപ്സരയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അപ്സരയുടെ ബ്ലാ ബ്ലാ ഫുൾ ഇതായിരിക്കും, ഫുൾ ഫയറിംഗ് ആയിരിക്കും. ഋഷി ആണെങ്കിൽ വിട്ടുകൊടുത്തില്ല, ചുമ്മാ ശരിക്കും പറഞ്ഞാൽ അതൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. കാരണം ഫുൾ ബ്ലാ 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 ആയിരുന്നു. കാരണം ഋഷിയും ഫസ്റ്റ് ഡേ തൊട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട്, നീ അങ്ങനെ. അതുപോലെ തന്നെ അപ്സരയും പറയുന്നുണ്ട് നീ അങ്ങനെ എനിക്കൊരു ഇതില്ല അതില്ല മറ്റില്ല മറിച്ച്. അവരുടെ ഒരു കാര്യം ഫുൾ എന്താ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അത്. ലാസ്റ്റ് അവസാനം ഒബ്വിയസ്ലി രണ്ടുപേരും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ ആരായിരുന്നു, സിജോയും ശ്രീതു ആയിരുന്നു വന്നത്. സിജോയും ശ്രീതുവിനകത്തും സിജോയിന്റെയും ശ്രീതുവിന്റെയും എനിക്ക് ശ്രീതു കുറച്ച് ഓപ്പണുമായി സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്ന് തോന്നുന്നു ഈ ശ്രീതുവിന്റെ ഒന്ന് വാ തുറന്ന് കാണുന്നത്. അവർ രണ്ടുപേരും അതുപോലെ ശരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്തായിരുന്നു. കാരണം സിജോ പറയുന്നുണ്ടായിരുന്നു ശ്രീതു എന്ത് ഗെയിമാണ് പ്രേക്ഷകർക്ക് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ശ്രീതുവിന്റെ എന്ത് ക്വാളിറ്റിയാണ് പ്രേക്ഷകർക്ക് ഒരു ഇൻസ്പിറേഷന് വേണ്ടി കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു. അത് എടുത്ത് പറയാൻ പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ എന്താണ് ഞാൻ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതല്ലാണ്ട് വേറെ എന്ത് ഗെയിമാണ് ഞാൻ അവിടെ സൈലന്റ് ആയിട്ട് നിന്നത്, അതും എൻ്റെ ഒരു ഗെയിം തന്നെയാണ്. ഒരു സൈലന്റ് ആയത് കൊണ്ടല്ല, ഞാൻ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ, എനിക്ക് ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും തിരിച്ച് നമ്മുടെ ശ്രീതു നമ്മുടെ സിജോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സിജോ എന്താണ് ചെയ്തത്, ചുമ്മാ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് എന്ത് ഗെയിമാണ് കളിച്ചത്. ശരിയാണ്, സിജോ അവിടെ വെറുതെ എന്തായിട്ട് സംസാരിക്കുന്നതല്ല, പ്രത്യേകിച്ച് ഗെയിം ഒന്നും കണ്ടില്ല അല്ലെ. അപ്പൊ അവർ തമ്മിലുള്ള ഒരു പിന്നെ ഈ അർജുന്റെയും ഈ ശ്രീതുവിന്റെയും കോമ്പൻ എടുത്തിട്ട് നമ്മുടെ ചോദിക്കുന്നുണ്ടായിരുന്നു, സിജോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതും പിന്നെ കുറെ ക്യൂട്ട്നെസ്സും അല്ലേ ശ്രീതു കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട് ആ കോമ്പനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് ഞാൻ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തു. അവസാനം രണ്ടുപേരും വന്നു, രണ്ടുപേരും നോമിനേഷന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം അല്ല ഇടയ്ക്ക് വന്നാണ് നമ്മുടെ അത് ആരാണ് നമ്മുടെ അൻസിബയും പിന്നെ നോറയും. ഇവർ രണ്ടുപേരുടെ കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് അടി പോയത്. കാരണം നമ്മുടെ ബിഗ് ബോസ് വിചാരിച്ചു കാണും, കാരണം അൻസിബയുടെ ഉള്ളിൽ നോറയുടെ അടുത്ത് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, മറ്റേ ലാസ്റ്റത്തെ മറ്റേ പവർ റൂമിന്റെ സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് വിചാരിച്ചു കാണും എന്തായാലും രണ്ടുപേരും വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരും കൂടെ വിട്ടത്. കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും പക്ഷെ നേരെ തിരിഞ്ഞു പോയി. നോറ സംസാരിച്ചു, നോറ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ എന്താണ്
ചേച്ചി അൻസിബത്ത് ഇത്തേനെ ഞാൻ ശരിക്കും എന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചിട്ട് തന്നെയാണ് ഇത്താന്ന് വിളിക്കുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ വീക്കിൽ അൻസിബത്ത് ആണെങ്കിൽ ഭയങ്കര എന്താണ് പേഴ്സണൽ ആയിട്ട് എടുക്കുന്ന പോലെ തോന്നി. ഒരാളുടെ ദേഷ്യം ഉള്ളപ്പോൾ അതുകൊണ്ട് മാത്രം അയാളെ കൂടുതലും ഇങ്ങനെ പറഞ്ഞിടുന്ന പോലെ തോന്നി. അതായത് ഈ നമ്മുടെ ജാസ്മിന്റെ വിഷയം, ജാസ്മിനെ അങ്ങനെ ഇട്ടത് ജാസ്മിനുള്ള ദേഷ്യം കൊണ്ടാണ് ജാസ്മിന്റെ പേര് പറഞ്ഞതെന്നും പിന്നെ ഫുൾ എക്സോസ്റ്റഡ് ആയിരുന്നു കഴിഞ്ഞ വീക്കില്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു ജാസ്മിനെ എടുക്കണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നോറയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. നോറയ്ക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നോറ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ കൂടുതലും അയാളെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നോറ ആ പറഞ്ഞതിൽ എനിക്കൊരു ഇത് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് നോറയ്ക്ക് ശരിക്കും ജാസ്മിനെക്കാട്ടും കൂടുതൽ ജിൻഡോനോടുള്ള ദേഷ്യം കൊണ്ടാണ് ജിൻഡോന്റെ പേരെടുത്ത് പറഞ്ഞത്. അവിടെ ജിൻഡോന്റെ പറയേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ തോന്നി എന്തായാലും ആ ഒരു കാര്യത്തിൽ. പിന്നെ അപ്സരയും പോട്ടെ, അൻസിബയ്ക്ക് അവിടെ വാ തുറക്കായിരുന്നു, പക്ഷെ അൻസിബ അവിടെ വാ തുറന്നില്ല. കുറച്ച് കഴിഞ്ഞ് വാ തുറന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവരുടെ ഒരു ഇത് മാത്രം ആണ് ഒരു കാണാൻ രസം. അൻസിബ അപ്പത്തേക്കും പറഞ്ഞു ഓക്കെ ഞാൻ ഈ ഗെയിമിന് ആപ്റ്റല്ല, അതുകൊണ്ട് ഞാൻ നോമിനേഷൻ പൊക്കളാണ്ട് കഴിഞ്ഞു. അവരുടെ ഒരു ഇത് അവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ ആ ഒരു പ്ലാൻ അവിടെ മാത്രം വർക്ക്ഔട്ട് ആയില്ല, ബാക്കി എല്ലാവരും നന്നായിട്ട് കളിച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ നോമിനേഷനിൽ വന്നത് ബാക്കി നോറ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നു. പിന്നെ അവസാനം നമ്മുടെ ഒരു പവർ ഉണ്ട്, നമ്മുടെ ഈ സായിക്കും അതുപോലെ തന്നെ നന്ദനിക്കും ഒരു പവർ കൊടുത്തിട്ടുണ്ട്. പവർ വേറെ ഒന്നല്ല, എന്തായാലും നോമിനേഷനിൽ ഒരാളെ സേവ് ചെയ്യാനായിരിക്കും. എന്തായാലും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ, അവിടെ ആകെ നോറ മാത്രമേ ഉള്ളൂ. പിന്നെ അത് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളെ സേവ് ചെയ്യാനായിരിക്കുള്ള പവർ ആയിരിക്കും കൊടുത്തു കാണാം. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തായാലും അവർ സേവ് ചെയ്യാൻ പോകുന്ന അഭിഷേകിനെ തന്നെയായിരിക്കും. വേറെ അവർക്ക് അങ്ങോട്ട് പേഴ്സണലി കുറച്ച് സ്നേഹമുള്ള വേറെ ആരും ഇല്ല. എന്തായാലും അഭിഷേകൻ തന്നെയായിരിക്കും നോമിനേറ്റ് ചെയ്യുന്നത്. ഇതുവരെ അത് ലൈവില് കാണിച്ചില്ല, അവരെന്താ പറഞ്ഞതെന്ന് സംസാരമൊന്നും കാണിച്ചില്ല. പിന്നെ ബിഗ് ബോസ് പ്ലാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരോടത്തും ഇതേക്കുറിച്ച് സംസാരിക്കാനും പാടില്ല, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. എന്തായാലും അഭിഷേകൻ തന്നെയായിരിക്കും നോമിനേറ്റ് ഫ്രീ ആക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു നോമിനേഷൻ ഇഷ്ടപ്പെട്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? വ്യത്യസ്തമായ ഒരു നോമിനേഷൻ. പക്ഷെ നമ്മുടെ കണ്ടസ്റ്റൻസ് നന്നായിട്ട് തന്നെയല്ലേ കളിച്ചത്? എനിക്ക് തോന്നി നന്നായിട്ട് കളിച്ചതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നോറ ഓക്കെ, അൻസിബ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഔട്ട് ആവുന്നത്. എന്തായാലും രണ്ടുപേര് പോവുമായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ആരൊക്കെ നോമിനേഷനിൽ വന്നതെന്ന് ഞാൻ ഒന്ന് പേര് വായിക്കാം. അപ്പൊ ജാസ്മിൻ വന്നു, അഭിഷേക് വന്നു, പിന്നെ ജിൻഡോ വന്നു, അർജുൻ വന്നു, അൻസിബ വന്നു, അപ്സര വന്നു, പിന്നെ ഋഷി വന്നു, സിജോ വന്നു, ശ്രീതു വന്നു. പിന്നെ നമ്മുടെ റസ്മിൻ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആര് ഔട്ട് ആവുമെന്നാണ് തോന്നുന്നത്? നിങ്ങൾ അല്ലെങ്കിൽ ആർക്കാണ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അതൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ നോമിനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.